നർമ്മകഥ പച്ചിഞ്ചി. സൈനിക് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് എനിക്കുണ്ടായ ഒരു അനുഭവത്തെ ആസ്പദമാക്കി എഴുതിയതാണ് ഈ കഥ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് സുധീർ പയ്യപ്പാട്ട്. കേളൻ ചേട്ടനോട് സ്പീഡ് കുറയ്ക്കാൻ പറയാൻ പറ്റില്ലല്ലോ. ഞാനൊരു എക്സ്ട്രാ ഫിറ്റിംഗ് ആയി വണ്ടിയിലുള്ള കാര്യം അങ്ങേർക്ക് അറിയുക പോലുമില്ല. അറിഞ്ഞാലുള്ള അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുകയേ വേണ്ട. മറ്റുള്ള പോംവഴികൾ മിന്നായം പോലെ തലയിൽ ഒന്നൊന്നായി ഘോഷയാത്ര നടത്തി. വണ്ടിയിലുള്ള പടവലങ്ങയെടുത്ത് ചക്രത്തിന് ഊടുവെക്കുക, ഷൂസൂരി വണ്ടിയുടെ മുന്നിലേക്ക് എറിയുക, പച്ചക്കറിക്കിടയിൽ കയറി ഒളിച്ചിരിക്കുക എന്നൊക്കെ. ഏത് ഓപ്ഷൻ ലോക്ക് ചെയ്താലും പക്ഷേ വിജയസാധ്യത തീരെയില്ലെന്ന് മാത്രമല്ല, റിസ്ക് ഏറെയുണ്ട് താനും. ഒരു ലൈഫ് ലൈൻ പോലും കിട്ടാത്ത അവസ്ഥ. അതുകൊണ്ട് മാത്രം സ്ക്രീനിലില്ലാത്ത ഓപ്ഷൻ ഡി ഞാൻ ഓപ്റ്റ് ചെയ്തു. കണ്ണടച്ച് ഒറ്റച്ചാട്ടം. നമ്മളെല്ലാം ലോ ഓഫ് ഇനർഷ്യ പഠിച്ച പ്രീ ഡിഗ്രി കാലത്തിന് ഏറെ മുൻപായതുകൊണ്ട് ഓടുന്ന വണ്ടിയിൽ നിന്ന് ചാടിയാൽ കുറച്ച് മുന്നോട്ടോടണം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ചാടിയതും മുഖമടച്ച് മുന്നോട്ട് വീണതും മാത്രമേ എനിക്ക് ഓർമ്മയിലുള്ളൂ. അല്പനിമിഷത്തിന് ശേഷം കൂട്ടുകാരാരോ പിടിച്ചു വലിച്ചപ്പോഴാണ് ഓർമ്മ തെളിഞ്ഞത്. കണ്ണു തുറന്നപ്പോൾ മുന്നിലുള്ള ഒരു വെള്ളപ്പളുങ്കിൽ കണ്ണുടക്കി. ചുറ്റും റൂബി കളറിലുള്ള ഡെക്കറേഷനൊക്കെയുണ്ട്. ഒന്ന് വീണെങ്കിൽ എന്താ, കാര്യമായിട്ട് എന്തോ തടഞ്ഞല്ലോ എന്ന സന്തോഷത്തോടെ ഞാൻ തല ഉയർത്താൻ ശ്രമിച്ചു. അപ്പോഴാണ് മനസ്സിലായത്, കീഴ്ചുണ്ട് റോഡിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. വല്ല വിധേനയും ചുണ്ട് റോഡിൽ നിന്ന് വേർപെടുത്തി എടുത്തതിന് ശേഷം മുഖമുയർത്തിയപ്പോൾ ചിത്രം വ്യക്തമായി. പളുങ്കും റൂബിയുമൊന്നുമല്ല, മുൻവശത്തെ ഒരു പല്ല് പൊട്ടി വീണതാണ്. അതിനു ചുറ്റും ചോരയും. പച്ചിഞ്ചി. എനിക്ക് എന്തോ ആദ്യം ഓർമ്മ വന്നത് ആ വാക്കാണ്. സ്വർണ്ണപ്പല്ലുള്ളവർ സ്വന്തം പല്ല് മറ്റുള്ളവരെ ഏറ്റവും നന്നായി കാണിക്കാൻ ഉച്ചരിക്കേണ്ട വാക്കാണത്. ഫോട്ടോ എടുക്കുമ്പോൾ ചീസ് എന്ന് പറയും പോലെ. ഇനിയെങ്ങാനും എൻ്റെ അച്ഛന് നല്ലത് തോന്നി എനിക്ക് സ്വർണ്ണപ്പല്ല് വെച്ച് തന്നാലോ? പച്ചിഞ്ചി. ഞാൻ വീണ്ടും ഉറക്കെ പറഞ്ഞു. നിനക്ക് എന്താടാ? മുതുകിലടിച്ച് ഒരു കൂട്ടുകാരൻ ചോദിച്ചപ്പോഴാണ് എനിക്ക് പരിസരബോധമുണ്ടായത്. ഈ അവസ്ഥയിൽ ഇനി മാച്ച് കളിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നായി പിന്നീടെൻ്റെ ചിന്ത. ആരെയും അറിയിക്കാതെ പതുക്കെ ടീമിനൊപ്പം ചേരാൻ ഞാൻ ചെറിയൊരു ശ്രമം നടത്തി. പക്ഷേ കുറച്ച് നല്ല സുഹൃത്തുക്കൾ ചേർന്ന് എന്നെ പിടിച്ച പിടിയാലെ മെഡിക്കൽ റൂമിലെത്തിച്ചു. കുറച്ചു നാളായി ഡോക്ടർ ലീവായതുകൊണ്ട് കമ്പൗണ്ടർ ചേട്ടനായിരുന്നു മെഡിക്കൽ റൂമിലെ ഓൾ ഇൻ ഓൾ. ഏതോ മനോരാജ്യത്തിലെ കൊച്ചുരാജാവായി സമയം കൊല്ലുകയായിരുന്ന കമ്പൗണ്ടർ ചേട്ടന് ഞാനൊരു കുരിശാകുമല്ലോ എന്ന് കരുതിയ ഞാൻ പക്ഷേ ചേട്ടൻ്റെ ചോദ്യം കേട്ട് ഞെട്ടിപ്പോയി. കയ്യിലും കാൽമുട്ടിലും മുഖത്തും ചോര, വായിലാണെങ്കിൽ പല്ലുമില്ല. ഒരു മുൾക്കിരീടത്തിൻ്റെ കുറവ് മാത്രമേ ഇവനുള്ളൂ. ഇവനെ ഏത് കുരിശിന്ന് ഇറക്കിക്കൊണ്ടുവന്നതാ? പച്ചിഞ്ചി. ഞാൻ വെറുതെ ചിരിച്ചു.